കേരള രാഷ്ട്രീയത്തിൽ സാമുദായിക സംഘടനകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന് SNDP പോലെയുള്ള NSS പോലെയുള്ള ഭൂരിപക്ഷ സാമുദായിക സംഘടനയുടെ പിന്തുണയിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. SC/ST പോലെയുള്ള സംഘടനകൾ അവരോടൊപ്പം നിൽക്കാതെയാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് കോട്ടയായിരുന്ന SNDPയെ ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പല പ്രവർത്തനങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് NSSൻ്റെയും SNDPയുടെയും ഒക്കെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ നിരവധി നേതാക്കന്മാരുടെ ഒരു സംഘടനയായിരുന്നു കോൺഗ്രസ്. K കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടിയാണെങ്കിലും ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം തന്നെ എല്ലാ സാമുദായിക സംഘടനകളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളിൽ ഒന്ന് NSSഉം മറ്റൊന്ന് SNDPയുമാണ്. പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു അത്തരത്തിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കണമെന്ന് NSS അറിയിച്ചിരുന്നതുമാണ്. ആഭ്യന്തരം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ച NSSുമായി രമേശ് ചെന്നിത്തല പിന്നീട് അകലുന്നു. പിന്നീടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു. കോൺഗ്രസിന് SNDPക്കുള്ളിലും NSSനുള്ളിലുമുള്ള സ്വാധീനത്തിൽ വലിയ ക്ഷതം സംഭവിക്കുന്നു. അവിടെ BJP കടന്നു കയറുന്നു. ആ BJP NSSും SNDPയുമായുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി ബലപ്പെടുത്തിയത് കൊണ്ട് SNDP ഭൂരിപക്ഷ പ്രദേശങ്ങളിലും NSS ഭൂരിപക്ഷ പ്രദേശങ്ങളിലുമൊക്കെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NSSും SNDPയും തമ്മിലുള്ള ബന്ധം BJP വളർത്തിയതിന് ശേഷമുള്ള വോട്ട് ശതമാനവും വോട്ടെണ്ണവും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണ കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുകയും അങ്ങനെ യുവ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി പറവൂരിൽ നിന്ന് 1996 ശേഷം വിജയിച്ചു വരുന്ന MLA ആയ VD സതീശനെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവായ നാളെ മുതൽ പിന്നീട് അങ്ങോട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടിക്കുള്ളിലുള്ള സ്വാധീനവും പാർട്ടിക്കുള്ളിലുള്ള പ്രസക്തിയും ബലവും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് രമേശ് ചെന്നിത്തല പിന്തള്ളപ്പെടുകയും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണക്കാരിലൊന്ന് രമേശ് ചെന്നിത്തലയാണ് എന്ന മുദ്ര കുത്തപ്പെടുമ്പോഴും രമേശ് ചെന്നിത്തല മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുഖത്തിൽ നിന്ന് പിന്നിലേക്ക് പിന്തള്ളപ്പെടുന്നു. ഇപ്പോൾ ഇതാ ഒരു വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കുകയാണ് രമേശ് ചെന്നിത്തല. പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് VD സതീശനും ചെറുപ്പക്കാരായ ഒരുപറ്റം MLAമാരും ഒരു ഭാഗത്ത് നിന്ന് K സുധാകരൻ എന്ന KPCC അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി മുൻപോട്ട് വെച്ച സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും K സുധാകരനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം അത്തരത്തിലൊരു സ്ഥാനമാറ്റത്തിൻ്റെയും ആവശ്യമില്ല, അത്തരത്തിൽ തന്നെ മാറ്റുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം വിജയമുണ്ടായിരുന്ന കാലത്ത് താൻ തന്നെയായിരുന്നു KPCC അധ്യക്ഷൻ. പിന്നെ എന്തിനാണ് ഒരു പരാജയം നേരിടാത്ത സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ മാറ്റുന്നത് എന്ന ന്യായമായ ഒരു ചോദ്യം കൂടി മുൻപോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം കൂടുതലാകുമ്പോൾ വരാൻ പോകുന്ന നേതൃമാറ്റത്തിന് മുന്നോടിയായി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾക്ക് പോലും ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചകൾ ശക്തമാക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ നീക്കത്തിന്റെ ബലവും വിലയും വളരെയേറെയാണ്. സംഭവം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ NSSുമായി ഒരു ചെറിയ അകൽച്ചയിൽ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ആ അകൽച്ചകളൊക്കെ മാറ്റിയിരിക്കുന്നു. NSSുമായി പഴയ രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മറുഭാഗത്ത് SNDP കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ മാസം 28-ാം തീയതി നടക്കുവാൻ പോകുന്ന SNDPയുടെ വൈക്കം ശിവഗിരി പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വൈക്കം എന്നത് SNDPയെ സംബന്ധിച്ച ഏറ്റവും ബലമുള്ളൊരു പ്രദേശമാണ്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ വൈക്കത്തിൻ്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നടത്തുന്നതോടുകൂടി SNDPയുടെ വേദികളിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടം ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് NSSുമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം NSSുമായി അടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ NSSും SNDPയുമായി രമേശ് ചെന്നിത്തല അടുക്കുമ്പോൾ മറുതലയ്ക്കൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സാമുദായിക സംഘടനയുടെയും പിൻബലം തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായും
തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്ന സമയത്തൊക്കെ വി ഡി സതീശൻ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു സാമുദായിക സംഘടനയുടെയും തിണ്ണം നിറങ്ങാൻ താൻ പോകില്ല എന്നുള്ളത്. ആ നിലപാട് ഇപ്പോൾ വി ഡി സതീശന് വിനയായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SNDPയും NSSുമായി കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർ പുലർത്തിയിരുന്ന ഒരു വലിയ ബന്ധം വി ഡി സതീശൻ പുലർത്തിയിട്ടില്ല എന്നുള്ളത് ശരിവെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ബന്ധം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഊട്ടിയുറപ്പിക്കുന്നതോടുകൂടി ഒരു കാലത്ത് അധികാരത്തിൽ കോൺഗ്രസ് ഇരുന്ന സമയത്ത് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന SNDPയെയും NSSനെയും ഒക്കെ കൂടെ ചേർത്ത് നിൽക്കുവാൻ കഴിയുന്ന കരുത്തനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ നീക്കം വരാൻ പോകുന്ന നേതൃമാറ്റത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നീടുള്ള മുഖ്യമന്ത്രി തീരുമാനത്തിലുമൊക്കെ വലിയ ഘടകമായി മാറുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്.